തിരക്കുണ്ടായിരുന്നു. ഗൈസ്, ഞാൻ നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ സിപ്പ് ലൈനിലാണ്. സോളൻ വാലി പോകുന്നതിന് തൊട്ട് താഴെയായിട്ടുള്ള സിപ്പ് ലൈനിലാണ് ഞാൻ വന്നേക്കുന്നത്. ഒരു ഫസ്റ്റ് എന്നോട് 500 രൂപ റേറ്റ് പറഞ്ഞു. അതിന് ഞാൻ 500 നഷ്ടമാണെന്ന് ഞാൻ താഴെ പോയി തിരിച്ച് കയറി വന്നപ്പോൾ വീണ്ടും വേറെ ഒരാൾ ചോദിച്ചാൽ പറഞ്ഞു 300 രൂപ. എനിക്കറിയില്ല, ഇവർ നമ്മൾ ആളും തരം നോക്കിയിട്ട് അതൊന്ന് റേറ്റ് പറയുന്നത്. ഇപ്പോൾ ഫോണുകളൊക്കെ വീഡിയോ എടുക്കാന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. നല്ല പാനിക്കാണ്, ഫോൺ താഴെ പോവില്ല. അത് ഈ ഒരു സിപ്പ് ലൈനിൽ കയറാൻ നേരത്തെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഫോൺ താഴെ പോവോ, നമ്മൾ വീഴുവോ, പാറക്കല്ലാണല്ലോ, എന്തെങ്കിലും പറ്റുമോ. വയനാടൊന്നും പോയപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ ഇവിടെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇവിടെ ആരും അധികമായിട്ട് ബോയ്സൊക്കെ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ലേഡീസൊക്കെ ഫോൺ കൊണ്ടുവന്നത് ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഞാൻ കൊണ്ടുവന്ന് കണ്ട് കുറേ പേര് പറഞ്ഞു ദാണ്ടേ ആ കുട്ടി പോകുന്നത് കണ്ടോ, അങ്ങനെയൊക്കെ പോകാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. മക്കളെ, നമ്മുടെ ഈ സിപ്പ് ലൈൻ നിങ്ങൾ കയറിയില്ലെങ്കിൽ ഭയങ്കര മിസ്സായിരിക്കും. സൂപ്പർ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ വരുന്നവർ ഉറപ്പായിട്ടും ഈ സിപ്പ് ലൈൻ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. വെറും 300 രൂപ. നിങ്ങൾ മാക്സിമം ബാർഗൻ ചെയ്തിട്ട് 200, 150 എത്തുന്നല്ലോ, 200 വരെ എത്തിച്ചാൽ മതി. സെറ്റ് സാധനം ഗൈസ്. സിപ്പ് ലൈനൊക്കെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലതുപോലെ വിശന്നായിരുന്നു. പിന്നെ ഒരു കോഫിയും ഈ ഒരു മാഗിയുമാണ് കഴിച്ചത്. ഇവിടെ ഏറ്റവും കൂടുതൽ അധികം ആൾക്കാർ ഫുഡ് കഴിക്കുന്നത് മാഗിയാണ് ഗൈസ്. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിലും എല്ലാം. ഫുഡൊക്കെ കഴിച്ച് 1 മണിക്കൂർ എൻ്റെ ഫോണും ചാർജാക്കി നെക്സ്റ്റ് നമ്മൾ പോയത് ജോഗിനി വാട്ടർഫോൾസിലോട്ടാണ്. ഈ പോകുന്ന വഴി നല്ലതുപോലെ സ്കിപ്പ് ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പോകണം ഗൈസ്. ഈ മല കയറി ഇറങ്ങുന്നതാണ് ജോഗിനി വാട്ടർഫോൾസ്. ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ പോകണം. ഇവിടെ കയറുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് 40 മിനിറ്റ് നടക്കണമെന്ന്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അടുത്ത വീഡിയോ കാണിച്ചു തരാം. ജോഗിനി വാട്ടർഫോൾസ് നമ്മൾ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 40 മിനിറ്റോളം നമുക്ക് നടക്കണം കേട്ടോ. അത് കുറച്ച് ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ നോക്കിക്കേ, ഈ കയറുന്ന ആൾക്കാർ മൊത്തം ആ മലയുടെ മേളിലോട്ട് കയറിയവരാണ്. ഞാനാണെ അത്യാവശ്യം നല്ലതുപോലെ ടയേർഡായിരുന്നു. ഇതുപോലെ കുറേ സ്ഥലത്ത് ഇരുന്നിരുന്നാണ് അവിടെ എത്തിയത്. എന്താണേലും 40 മിനിറ്റ് നടന്ന് കഷ്ടപ്പെട്ട് വന്നതിന് കാര്യം ഉണ്ടായി കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ ഒരു വാട്ടർഫോൾസ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. നല്ല ഭംഗിയുണ്ടല്ലേ, ഓരോ സ്ഥലത്തെ വാട്ടർഫോൾസ് ഓരോ രീതിയിൽ. ഈ വാട്ടർഫോൾസിന് താഴോട്ടൊക്കെ കുറേ അധികം ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ വഴി ഏതാണെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കിനും ഒരു 5 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. ശരിക്കും രാവിലെ ആയിരുന്നു ഇവിടെ വരേണ്ടതെന്ന് എനിക്ക് അപ്പം മനസ്സിലായി. കാരണം വെച്ചാൽ ഒരു സൈഡിൽ വാട്ടർഫോൾസ് ആണെങ്കിൽ വേറൊരു സൈഡിൽ മൊത്തം മഞ്ഞുമലയാണ്. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ എത്തിയപ്പോഴത്തേക്കിനും ഒരു ഈവനിങ് ഒക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഗൈസ്, ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ ജോഗിനി വാട്ടർഫോൾസിലാണ്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ